നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം. ഞാൻ നാളെ ദില്ലിയിൽ പോകും. അതെങ്ങനെ പറയാം? മേ കൽ ദില്ലി ജാവുങ്ക. ഞാൻ നാളെ ഡൽഹിയിൽ പോകും. മേ കൽ ദില്ലി ജാവുങ്ക. ഡൽഹിക്ക് നമ്മൾ ദില്ലി എന്നാണ് പറയുന്നത്. ദില്ലി. മേ കൽ ദില്ലി ജാവുങ്ക. എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും വരും. അനിയത്തിക്ക് ഛോട്ടി ബഹൻ എന്നാണ് പറയുന്നത്. ചേച്ചിക്കാണെങ്കിൽ ബഡി ബഹൻ എന്ന് പറയും. അപ്പം എൻ്റെ കൂടെ മേരെ സാത്ത് മേരി ഛോട്ടി ബഹൻ, എൻ്റെ അനിയത്തിയും ആയേഗി എന്ന് പറഞ്ഞാൽ വരും. എൻ്റെ അനിയത്തിയും കൂടെ വരും. ഭി എന്ന് ചേർത്ത് അനിയത്തിയും കൂടെ വരും എന്നുള്ള അർത്ഥമാണ്. മേരെ സാത്ത് മേരി ഛോട്ടി ബഹൻ ഭി ആയേഗി. എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും വരുന്നുണ്ട് അല്ലെങ്കിൽ വരും. ഞങ്ങൾ ഏകദേശം 7 മണിക്ക് ഡൽഹിയിലെത്തും. ഹം കരീബ് 7 ബജെ എന്ന് പറഞ്ഞാൽ ഏകദേശം 7 മണിക്ക്. ദില്ലി പഹുഞ്ച് ജായെങ്കെ, ഡൽഹിയിൽ എത്തും. ഹം ദില്ലി കരീബ് 7 ബജെ പഹുഞ്ച് ജായെങ്കെ. ഏകദേശം 7 മണിക്ക് എത്തും. പഹുഞ്ച് ജായെങ്കെ. ഹം ദില്ലി കരീബ് 7 ബജെ പഹുഞ്ച് ജായെങ്കെ. ഞങ്ങൾ ഏകദേശം 7 മണിക്ക് ഡൽഹിയിലെത്തും. ആദ്യം ഞങ്ങൾ ചെങ്കോട്ടയിൽ പോകും. ചെങ്കോട്ട എന്നുള്ളതിന് ലാൽ കില്ല എന്നാണ് പറയുന്നത്. ലാൽ കില്ല. സബ്സെ പഹലെ, ആദ്യം. സബ്സെ പഹലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം. ഹം ലാൽ കില്ല ജായെങ്കെ എന്ന് പറഞ്ഞാൽ ചെങ്കോട്ടയിൽ പോകും. ഇതിലും നല്ല കാര്യമൊന്നുമില്ല. അതെങ്ങനെ പറയാം? ഇസ്സേ, ഇതിലും അച്ഛി ബാത് നഹി ഹോ സക്തി, വേറെ നല്ല കാര്യമൊന്നും ഉണ്ടാകാൻ പറ്റത്തില്ല. ഇതിലും നല്ല കാര്യമൊന്നുമില്ല എന്നുള്ള അർത്ഥമാണ്. ഇസ്സേ അച്ഛി ബാത് നഹി ഹോ സക്തി, ഇതിലും ഒരു നല്ല കാര്യം വേറെ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള അർത്ഥമാണ്. നമ്മൾ അവൻ്റെ കൂടെ നിൽക്കണമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഹമേ ഉസ്കാ സാത്ത് ദേനാ ചാഹിയേ ഥാ. സാത്ത് ദേന എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക, അല്ലെ കൂട്ടായിട്ട് നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. ഹമേ ഉസ്കാ സാത്ത് ദേനാ ചാഹിയേ ഥാ, നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കാറില്ല അല്ലെങ്കിൽ മാനിക്കാറില്ല. കേൾക്കാറില്ല എന്നുള്ളതിലുപരി മാനിക്കാറില്ല. ആപ് മേരി ബാത് നഹി മാൻതേ. നഹി മാൻതേ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാറില്ല. ആപ് മേരി ബാത് നഹി മാൻതേ. ഇതെടുക്കൂ, ചവറ്റുകുട്ടയിലിടൂ. എങ്ങനെ പറയാം? ഇസ്കോ ഉഠാവോ. ഉഠാവോ എന്ന് പറഞ്ഞാൽ നിലത്തുനിന്ന് എടുക്കുക. ഇസ്കോ ഉഠാവോ, അതെടുക്കൂ. ഔർ കൂടേദാൻമേ ഡാലോ, എടുത്തിട്ട് കൂടേദാൻമേ ഡാലോ എന്ന് പറഞ്ഞാൽ, കൂടേദാൻ എന്ന് പറഞ്ഞാൽ ചവറ്റുകുട്ടയാണ്. വേസ്റ്റ് ഡസ്റ്റ്ബിൻ. ചവറ്റുകുട്ടയിൽ ഇടൂ എന്നുള്ളതിന് ഡാൽ ദോ. ഇസ്കോ ഉഠാവോ ഔർ കൂടേദാൻമേ ഡാൽ ദോ, ഇതെടുത്ത് ചവറ്റുകുട്ടയിലിടൂ. ഇസ്കോ ഉഠാക്കർ കൂടേദാൻമേ ഡാൽ ദോ എന്നും പറയാം നമുക്ക്. നിങ്ങൾ നിങ്ങളുടെ കൈ കഴുകിയോ? ക്യാ ആപ്നെ അപ്നെ ഹാത്ത് ധോയെ. ക്യാ ആപ്നെ അപ്നെ ഹാത്ത് ധോയെ, നിങ്ങളുടെ കൈ കഴുകിയോ? താങ്കൾ എന്താണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വാങ്ങിച്ചത്? ആപ്നെ ക്യാ ഖരീദേ. ക്യാ ഖരീദേ, എന്താണ് വാങ്ങിച്ചത്? പൈസ ആരുടെ അടുത്താണ്? പൈസേ കിസ്കേ പാസ് ഹേ. കിസ്കേ പാസ് എന്ന് പറഞ്ഞാൽ ആരുടെ അടുത്ത്. പൈസേ കിസ്കേ പാസ് ഹേ, പൈസ ആരുടെ അടുത്താണ്? അവിടെ ഞങ്ങൾ പോയിരുന്നു. വഹാ ഹം ഗയേ ഥേ. വഹാ ഹം ഗയേ ഥേ, അവിടെ ഞങ്ങൾ പോയിരുന്നു. ഒരുപാട് സമയമായി, അല്ലെങ്കിൽ ഒരുപാട് നേരം വൈകി. ബഹുത്ത് ദേർ ഹോ ഗയി. ബഹുത്ത് ദേർ ഹോ ഗയി, ഒരുപാട് നേരമായി. ഫോൺ വരുന്നുണ്ട്. ഫോൺ ആ രഹാ ഹേ. ഫോൺ ആ രഹാ ഹേ, ഫോൺ വരുന്നുണ്ട്. ഘർ സേ ഫോൺ ആ രഹാ ഹേ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഫോൺ വരുന്നുണ്ട്. ഘർ സേ ഫോൺ ആ രഹാ ഹേ, വീട്ടിൽ നിന്ന് ഫോൺ വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ വരാൻ പറ്റുമോ? ക്യാ തും അഭി ആ സക്തേ ഹോ. അഭി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. ആ സക്തേ ഹോ, വരാൻ പറ്റുമോ. ക്യാ തും അഭി ആ സക്തേ ഹോ, നിങ്ങൾക്കിപ്പോൾ വരാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? ക്യാ ആപ്കോ കുച്ച് ചാഹിയേ. ക്യാ ആപ്കോ കുച്ച് ചാഹിയേ,
നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കും. മേ ഇസ്കെ ബാരെ മേ സോച്ചൂങ്ക. സോച്ചൂങ്ക എന്ന് പറഞ്ഞാൽ ആലോചിക്കും. ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കും. മേ ഇസ്കെ ബാരെ മേ സോച്ചൂങ്ക. നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? തും കഹാ സെ ആയേ ഹോ? തും കഹാ സെ ആയേ ഹോ? നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്? നിങ്ങൾ എന്താണ് നിൽക്കുന്നത്? നിൽക്കുക എന്നുള്ളതിന് ഖടേ രഹന എന്ന് പറയും. തും ഖടേ ക്യോ ഹോ? എന്താണ് നിങ്ങൾ നിൽക്കുന്നത്? തും ഖടേ ക്യോ ഹോ? ബൈഠോ, ഇരിക്കൂ എന്ന് പറയുക. തും ഖടേ ക്യോ ഹോ? ബൈഠോ, നിങ്ങൾ എന്താണ് നിൽക്കുന്നത്? ഇരിക്കൂ. ഇനി ഞാൻ എന്തെങ്കിലും പറയട്ടെ? അബ്. ഇനി മേ കുച്ച് ബോലൂ? അബ് മേ കുച്ച് ബോലൂ? ഇനി ഞാൻ എന്തെങ്കിലും പറയട്ടെ? അബ് മേ കുച്ച് ബോലൂ? ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയാനാണെങ്കിൽ അബ് മേ കുച്ച് കരൂ. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ? അബ് മേ കുച്ച് കരൂ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ആപ്സെ മിൽക്കർ അച്ഛാ ലഗ. അച്ഛാ ലഗ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തോന്നുന്നു, അതായത് സന്തോഷമുണ്ട്. ആപ്സെ മിൽക്കർ അച്ഛാ ലഗ അല്ലെങ്കിൽ ആപ്സെ മിൽക്കർ ഖുശി ഹുവ. നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. അടുത്ത പ്രാവശ്യം എൻ്റെ വീട്ടിൽ തീർച്ചയായും വരണം. അടുത്ത പ്രാവശ്യം എന്നുള്ളതിന് അഗലി ബാർ. അഗലി ബാർ മേരെ ഘർ പർ. എൻ്റെ വീട്ടിൽ തീർച്ചയായും വരണം. ജരൂർ ആന. ജരൂർ ആന എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വരണം. അഗലി ബാർ മേരെ ഘർ പർ ജരൂർ ആന. അടുത്ത പ്രാവശ്യം എൻ്റെ വീട്ടിൽ തീർച്ചയായും വരണം. നിങ്ങളുടെ കുട്ടികളെയും കൊണ്ടുവരണം. ആപ്കെ ബച്ചോങ്കോ ഭി. കുട്ടികളെയും. ആപ്കെ ബച്ചോങ്കോ ഭി ലേക്കർ ആന. കൊണ്ടുവരണം. ആപ്കെ ബച്ചോങ്കോ ഭി ലേക്കർ ആന. നിങ്ങളുടെ കുട്ടികളെയും കൊണ്ടുവരണം. ഞങ്ങൾ കാത്തിരിക്കും. കാത്തിരിക്കുക എന്നുള്ളതിന് ഇന്തജാർ കർണ എന്ന് പറയും. ഇന്തസാർ കർണ. ഹം ഇന്തസാർ കരേങ്കെ. ഞങ്ങൾ കാത്തിരിക്കും. ഹം ഇന്തസാർ കരേങ്കെ. നിങ്ങളുടെ വണ്ടി ഇപ്പോൾ വരാൻ പോവുകയാണ്. ആപ്കാ ഗാഡി. നിങ്ങളുടെ വണ്ടി. അഭി ഇപ്പോൾ. ആനെ വാലി ഹേ വരാൻ പോവുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള അർത്ഥം. ഇപ്പോൾ വരും. ആപ്കാ ഗാഡി അഭി ആനെ വാലി ഹേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബും ചെയ്യണം. ഹിന്ദി പഠിക്കാൻ അല്ലെങ്കിൽ പറയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്